റോണി, താങ്കൾക്ക് ശങ്കരാചാര്യന്മാർ പറയുന്ന ഈ ഒരു അഭിപ്രായത്തിൽ മാത്രമേ അവരോട് യോജിപ്പുള്ളൂ, അതോ അവരുടെ എല്ലാ അഭിപ്രായങ്ങളോടും താങ്കളുടെ നിലപാട് ഇങ്ങനെയാണോ? അത് അല്ല അറിഞ്ഞതിന് ശേഷം ഞാൻ മറുപടി പറയാം. അല്ല ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഞങ്ങൾ അത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അല്ലല്ല, അങ്ങനെയല്ല, സാമാന്യ അങ്ങനെയല്ല. ശങ്കരാചാര്യന്മാരെ താങ്കൾ ഉദ്ധരിക്കുമ്പോൾ അവർക്ക് എന്തോ പ്രത്യേകത ഉണ്ട് എന്നും ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അന്തിമ വാക്ക് അവരുടേതാണ് എന്നും പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുമുള്ള ഒരു അന്തർലീനമായിട്ടുള്ള സംഗതി ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ശങ്കരാചാര്യരുടെ ഈ ഒരു വാദത്തോട് മാത്രമേ താങ്കൾ ചേർന്ന് നിൽക്കുന്നുള്ളൂ, അതോ അദ്ദേഹത്തിന്റെ മറ്റുള്ള എല്ലാ വാദങ്ങളോടും താങ്കൾ ചേർന്ന് നിൽക്കുന്നുണ്ടോ? സൗകര്യമായിട്ട് ഇത് മാത്രം എടുക്കുന്നുണ്ടോ, അതോ ജനറലി ശങ്കരാചാര്യരുടെ താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം കോൺഗ്രസിന്റെ ഐഡിയോളജി അല്ല. ഹിന്ദുത്വം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന RSS. അവർ തന്നെ ആദ്യം നിലപാടെടുക്കട്ടെ. ശങ്കരാചാര്യ, ഞാൻ ഇപ്പോഴത്തെ ശങ്കരാചാര്യ കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം. സ്ത്രീകൾ വേദം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് പുരി ശങ്കരാചാര്യ. സ്ത്രീകൾ വേദം പഠിക്കാൻ പാടില്ല. ശ്രീ റോണി അത് എഗ്രി ചെയ്യുന്നുണ്ടോ? അല്ല, നമുക്ക് ഈ ശങ്കരാചാര്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അന്വേഷിക്കേണ്ട കാര്യമില്ല ഈ വിഷയത്തില്. അല്ല പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കരെ, ശ്രീജിത്ത്, അങ്ങനെയുള്ള ആദ്യ ശങ്കരാചാര്യ തൊട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. ഓരോരുത്തരെ പറ്റി പറയാം. നോക്കൂ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പണ്ട് മുതലേ തന്നെ ഈ വിഷയം വരുന്ന സമയം മുതൽ തന്നെ പറയുന്നുണ്ട്, രണ്ട് ശങ്കരാചാര്യന്മാർ. ഇതിൽ ഒരാളാരാണ്? ആവിമുക്തേശ്വര സരസ്വതിയാണ്. ഈ ആവിമുക്തേശ്വരാനന്ദ സരസ്വതിയുടെ ശങ്കരാചാര്യരായിട്ടുള്ള കൊറോണേഷൻ നടന്നിട്ടില്ല. സുപ്രീം കോടതി തടഞ്ഞു വെച്ചിരിക്കുക. കാരണം അദ്ദേഹം റൈറ്റ്ഫുള്ളി അല്ല ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി പറഞ്ഞു കൊറോണേഷൻ നിർത്തിവെക്കണം എന്ന്. അദ്ദേഹം സ്വയം ഇപ്പൊ ക്ലെയിം ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് ശങ്കരാചാര്യർ എന്ന്. കോൺഗ്രസും പറയുന്നു. കോൺഗ്രസ് കൊറോണേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതെന്ത് രീതിയാണ്? ശങ്കരാചാര്യന്മാരെ നിങ്ങൾ തള്ളി പറയുകയാണോ? ശങ്കരാചാര്യന്മാരുടെ വിധിപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങല്ല ഇത്. ആയിരുന്നെങ്കിൽ അവരെ വിളിക്കുമായിരുന്നല്ലോ പ്രാണപ്രതിഷ്ഠയ്ക്ക്, അല്ലേ? ഇതിൽ എത്ര ശങ്കരാചാര്യന്മാർക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാവോ? ഈ ആവിമുക്തേശ്വരാനന്ദ പറഞ്ഞു ഞാൻ പോവില്ല, അദ്ദേഹത്തിന് ക്ഷണം കൊടുത്തിരുന്നോ? അദ്ദേഹത്തിന് ക്ഷണം കൊടുത്തില്ല എന്ന് ട്രസ്റ്റ് പറഞ്ഞു. പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് ക്ഷണം കിട്ടിയിട്ടില്ല എന്ന്. കോൺഗ്രസ് അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ക്ഷണിച്ച് അദ്ദേഹം പോകുന്നില്ല എന്ന്. അപ്പൊ ഫാക്ട് പോലും നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ കോറോണേഷൻ നടന്നിട്ടുണ്ടോ, അദ്ദേഹത്തിന് ക്ഷണം കിട്ടിയിട്ടുണ്ടോ, ഇതൊന്നും നോക്കാതെ ശങ്കരാചാര്യരെ വിളിച്ചു അയാൾ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അവരെ മനഃപൂർവ്വം ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യ പ്രധാനമന്ത്രിക്ക് പ്രസക്തിയുള്ളൂ. അങ്ങനെ സീതാറാം യെച്ചൂരിയെ വിളിച്ചില്ലെന്നേ, മല്ലികാർജുൻ ഖാർഗെ വിളിച്ചില്ലേ, സോണിയാഗാന്ധിയെ വിളിച്ചില്ലേ? ഇവരെ വിളിച്ചെങ്കിൽ മാത്രമേ നരേന്ദ്രമോദിക്ക് പ്രസക്തി ഉള്ളൂ എന്നുണ്ടോ? ഇവരെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങള് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ പോയി കൈയടിക്കണമെന്നുള്ള പറയുന്നത്. വേണ്ടെന്നേ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി. ഞാൻ പറയുന്നത് ഇത് ക്ഷണിക്കുന്ന നരേന്ദ്രമോദി അല്ലല്ലോ എന്നേ, അവിടെയാണ് പ്രശ്നം. ഇതൊരു ട്രസ്റ്റ് അല്ലേ സാർ ക്ഷണിക്കുന്നത്? ആ ട്രസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട പാർട്ടിയുടെയും നേതാക്കന്മാരെ ക്ഷണിച്ചു. അതിൽ താല്പര്യമുള്ള ആൾക്കാർ പോയി, അല്ലാത്തവർ പോയില്ല. അത്ര മാത്രമേ ഉള്ളൂ. അല്ല, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവർ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ പിന്നെ നമ്മുടെ പുറനാട്ടുകരയില് രാമകൃഷ്ണ മഠമുണ്ട്, രാമകൃഷ്ണ മിഷൻ, അവരെ ക്ഷണിച്ചിട്ടുണ്ട്. ചിന്മയ മിഷൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. കുളത്തൂർ അദ്വൈതാശ്രമം അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അമൃതാനന്ദമയി ആശ്രമം അവരെ ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിലപാടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ശങ്കരാചാര്യരും ഡിസ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ശങ്കരാചാര്യരും പറഞ്ഞിരിക്കുന്ന അഭിപ്രായവും 3998 മറ്റുള്ള സ്വാമിമാരും അവിടെ നിൽക്കുക. ഏതിനാ സാർ വെയിറ്റ്? ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും വെയിറ്റ് ഇല്ല എന്നാണോ പറയുന്നത്? അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ നോക്കിയാൽ 4 ശങ്കര മഠങ്ങളുള്ളതിൽ 2 പേര് പ്രസ്താവന ഇറക്കിയില്ലേ? ഞങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ തെറ്റായിട്ട് പറയുന്നു, എല്ലാ വിശ്വാസികൾ ആസ്തികരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ചടങ്ങുമായി സഹകരിക്കണം എന്ന് അവർ പറഞ്ഞില്ലേ? അവര് പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലേ? താങ്കൾ കണ്ടോ? എന്നിട്ട് ഈ അഭിപ്രായം മാറ്റിയോ? എല്ലാ ശങ്കരാചാര്യന്മാരും എതിർക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി അതിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചതെന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയുള്ള RSS തലവൻ മോഹൻ ഭഗവതിന് എന്ത് അടിസ്ഥാനത്തിലാണ് അവിടെ ട്രസ്റ്റാണ് സാർ ക്ഷണിച്ചത്? സാർ ആ ട്രസ്റ്റാണ് ക്ഷണിച്ചത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പരിപാടി ആയിരുന്നെങ്കിൽ RSSന്റെ തലവൻ അവിടെ ഉണ്ടാകരുത് എന്ന് താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഇതൊരു ട്രസ്റ്റ് നടത്തുന്ന പരിപാടി. ഈ ഭക്തർ കൊടുത്തിരിക്കുന്ന 3600 കോടി രൂപ അവർക്ക് സൗകര്യമുള്ളവരെ അവർ വിളിക്കുന്നേ. ഇതിലിപ്പോ RSSകാർ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിളംബരം ഒരു സെക്കൻഡ് അല്ല, ആരുമായിക്കോട്ടെ, സുപ്രീം കോടതിയല്ലേ ട്രസ്റ്റ് ഉണ്ടാക്കിയത്? ആ ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ ആരാ? സുപ്രീം കോടതി. അതിൽ എത്ര സ്ഥിരാംഗങ്ങൾ ഉണ്ടാകണം, അതിന്റെ സ്വഭാവം എന്താകണമെന്ന് പറഞ്ഞത് സുപ്രീം കോടതി. അയോധ്യയിൽ നിന്നുള്ള പെർമനന്റ് മെമ്പർമാർ ഉണ്ടാകണമെന്ന് പറഞ്ഞത് സുപ്രീം കോടതി. ദളിത് ഇതിനകത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞത് സുപ്രീം കോടതി. അതേപോലെ നിർമോഹി അഖാഡ ഉണ്ടാകണമെന്ന് പറഞ്ഞത് സുപ്രീം കോടതി. പിന്നെന്താ പ്രശ്നം? ചലഞ്ച് ചെയ്യുന്നേ. അതിൽ പ്രശ്നമുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യൂ. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സമിതി
ആ സമിതി ഇവിടെ ആൾക്കാരെ ക്ഷണിച്ചിരിക്കുന്നു. ആ ആൾക്കാർ നടത്തുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള പ്രൈവറ്റ് ഇവന്റ്. അതിൽ പല ആൾക്കാർക്ക് എനിക്കും ക്ഷണമുണ്ട്, ഞാനും പോയിരുന്നു. ഞാനത് RSSന്റെ സർസംഘചാലകമായതുകൊണ്ടാണോ എന്നെ ക്ഷണിച്ചത്? അതോ കേരളത്തിൽ നിന്നുള്ള ശങ്കരാചാര്യരായതുകൊണ്ടാണോ എന്നെ ക്ഷണിച്ചത്? അല്ല, അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ അവർ ക്ഷണിച്ചു, വേണ്ട ആൾക്കാർ അവിടെ പോയി, അത്രയേ ഉള്ളൂ. ഇപ്പൊ RSS ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ചുരുങ്ങിയത് ഒരുപക്ഷെ താങ്കൾ കൂടി അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഈ ഇന്ത്യ മുഴുവൻ മിക്കവാറും ഉള്ള വീടുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു വിളംബരം എന്ന നിലയ്ക്ക് അക്ഷതം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന RSSകാരും VHPക്കാരും ഒക്കെ തന്നെയാണ്. അവര് കേവലം RSSകാരുടെയോ RSS അനുഭാവികളുടെ വീട്ടിൽ മാത്രമല്ല പോയിരിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹം വളരെ ഭക്തിയോടുകൂടി അത് വാങ്ങിവെച്ചു. നടൻ മമ്മൂട്ടിക്ക് കൊടുത്തത് പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് എവിടെയെല്ലാം ഈ കാര്യമൊക്കെ കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് വോളണ്ടറി പരിപാടികൾ നടത്തിയിരിക്കുന്നതെല്ലാം ഈ RSSകാരെ, സംഘപരിവാർ സംഘടനകളെ, ഹിന്ദു സംഘടനകളൊക്കെ തന്നെയാണ്. അപ്പൊ അവർക്ക് തോന്നിയിട്ടുണ്ടാകും വളരെ വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ മോഹൻ ഭാഗവതോ അദ്ദേഹത്തിന്റെ സംഘടനയോ നടത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ ക്ഷണിക്കുന്നതിന് കുറ്റം പറയാൻ കഴിയുമോ? ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പരിപാടിയാണെങ്കിലല്ലേ ഉള്ളൂ പ്രശ്നം. അങ്ങനെ അല്ലല്ലോ.